ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾക്ക് തുടക്കം. DNA പരിശോധനയ്ക്കായി സാമ്പിൾ ശേഖരിച്ചു. ഫലം 2 ദിവസത്തിനകം. നാടൊന്നാകെ കുടുംബത്തിനൊപ്പം നിന്നെന്ന് സഹോദരി. കർണാടക സർക്കാരും സാധ്യമായതെല്ലാം ചെയ്തെന്നും സഹോദരി അഞ്ജു. പാർട്ടിക്ക് കീഴടങ്ങില്ലെന്ന സൂചനയുമായി PV അൻവർ. വിധേയത്വത്തിനപ്പുറം ഓരോ മനുഷ്യനും ആത്മാഭിമാനമുണ്ടെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ്. ആത്മാഭിമാനം തനിക്ക് കൂടുതലുണ്ട്. നീതിയില്ലെങ്കിൽ നീ തീയാവുക എന്ന് ഓർമ്മപ്പെടുത്തൽ. വൈകിട്ട് 4:30 മാധ്യമങ്ങളെ കാണും. ബലാത്സംഗ കേസിൽ ഒളിവിലുള്ള സിദ്ദിഖിനെ തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യേണ്ടെന്ന അന്വേഷണ സംഘം. തീരുമാനം മുൻകൂർ ജാമ്യത്തിനായി സുപ്രീം കോടതിയെ സമീപിച്ച സാഹചര്യത്തിൽ സിനിമാ സംഘടനകൾ തമ്മിലുള്ള തർക്കത്തിന്റെ ഇരയാണ് താനെന്ന ജാമ്യ ഹർജിയിൽ സിദ്ദിഖ്. ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കണമെന്നും ആവശ്യം. സിദ്ദിഖിനെ പിടികൂടാത്തതിൽ പോലീസിനെതിരെ വിമർശനവുമായി CPI മുഖപത്രം. തൃശൂരിലെ വൻ സ്വർണ്ണക്കവർച്ചയുടെ CCTV ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന്. സംഘത്തിനായി അന്വേഷണം ഊർജിതം. സ്വർണ്ണ വ്യാപാരിയെയും സുഹൃത്തിനെയും ആക്രമിച്ച് കവർന്നത് 2.5 കിലോ സ്വർണം. ലെബനനിൽ ഇസ്രയേൽ കരയുദ്ധത്തിന്. വ്യോമാക്രമണം കരയുദ്ധത്തിനായുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമെന്ന ഇസ്രയേൽ സൈനിക മേധാവി. ഇന്നലെയുണ്ടായ ആക്രമണത്തിൽ 72 പേർ കൊല്ലപ്പെട്ടു. 400 പേർക്ക് പരിക്ക്. മേഖലയിൽ വെടിനിർത്തലിന് ശ്രമവുമായി ഫ്രാൻസും അമേരിക്കയും.